അടിയന്തരമായി നടപടിയെടുക്കണം. അടിയന്തരമായി നടപടിയെടുക്കണം. ആർക്കെതിരെ? ആന്റോ അഗസ്റ്റിനെതിരെയല്ല, ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയല്ല, ഇതിന് കൂട്ടുനിന്ന ഈ അബ്ദുറഹിമാനെതിരെയല്ല, ഇതിന് എല്ലാവിധ അനുഗ്രഹ ആശംസകൾ നൽകിയ പിണറായി വിജയനെതിരെയല്ല. പിന്നെ ആർക്കെതിരെ? ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രശാന്തിനെതിരെ നടപടിയെടുക്കണം പറയുന്നത്. പ്രശാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യപ്പോ പ്രശാന്തിനെ പിടിച്ച് പുറത്താക്കണം പറയുന്നത്. പ്രശാന്ത് ഇമാതിരി റിപ്പോർട്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്തത്? ഞങ്ങൾ കാരണഭൂതത്തിന്റെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ വെട്ടിപ്പ്, തട്ടിപ്പ്, അഴിമതി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ തട്ടിപ്പ് രാജാവിനെ രംഗത്തിറക്കും. പക്ഷേ മിണ്ടരുത്. എൻ പ്രശാന്ത് ഒരു റിപ്പോർട്ട് അങ്ങനെ കൊടുക്കണ്ട. ഞങ്ങൾ സമ്മതിക്കില്ല. അയാളെ പിടിച്ച് ഞങ്ങളിതാ പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു. പ്രശാന്തിനെ പുറത്താക്കണം. അത് തന്നെയാ വേണ്ടത്. കുറച്ചുകൂടി കഴിഞ്ഞാണ്ടല്ലോ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ വിശാല സംസ്ഥാന സമിതി ഉണ്ടല്ലോ, CPM വിശാല സംസ്ഥാന സമിതിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് ആ സംസ്ഥാന സമിതിയിൽ പ്രഖ്യാപിക്കും പിണറായി വിജയൻ ഒരു തെറ്റും പറ്റിയിട്ടില്ല, MV ഗോവിന്ദന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, CPM ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തവരുടെ പരിപാടി എന്തായിരിക്കും അറിയോ? അടുത്ത പരിപാടി VD സതീശൻ രാജിവെക്കുക, അത് കഴിഞ്ഞിട്ട് പിണറായിയെ അധികാരത്തിലേറ്റുക. അതായിരിക്കും. ഉളുപ്പില്ലാത്തവർ പറയും. ഇതിനെ ആരെ കൊണ്ടായിരിക്കും പറയിപ്പിക്കാന്നറിയോ? ആരെ കൊണ്ടാണ്? നമ്മുടെ കുട്ടി സഖാക്കളാണ്. കുട്ടി സഖാക്കളെ കൊണ്ടാണ് ഇപ്പം ഈ പരിപാടിയൊക്കെ ഇവർ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പല സ്ഥലത്തും യുദ്ധമുഖങ്ങളിൽ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദികൾ നടത്തുന്ന അല്ലെങ്കിൽ ഭീകരന്മാർ നടത്തുന്ന യുദ്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് LTT തമിഴ് പുലികൾ, ശ്രീലങ്കയിലെ തമിഴ് പുലികൾ അവരുടെ ഒളിപ്പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ അതല്ലാത്ത എല്ലാ പോരാട്ടങ്ങളുടെയും മുന്നിൽ അവർ നിർത്തുക കുട്ടികളെയാണ്. AK-47 തോക്കൊക്കെ പിടിച്ചിട്ട് ഈ കൊച്ചു മിസൈലുകൾ പോലും, അതായത് കുട്ടികളെക്കാൾ വലിയ മിസൈലുകൾ പോലും ഇവരുടെ തോളിലേറ്റിക്കൊണ്ട് കുട്ടികളെ രംഗത്തിറക്കുന്ന LTT ഭീകരെ കുറിച്ച് നമ്മൾ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഹമാസ് അല്ലേ, ഹമാസ് ഭീകരരുടെ ഏറ്റവും വലിയ അവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളെ അവര് ഈ ഭീകര പരിശീലനങ്ങൾ നടത്തിയിട്ട് ഈ ആയുധ പരിശീലനങ്ങൾ നടത്തിയിട്ട് കുട്ടികളെ രംഗത്തിറക്കുന്നു. നമ്മൾ ഈ പറയാറുണ്ടല്ലോ, അതായത് US അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇത്രയും കുട്ടികൾ കൊല്ലപ്പെട്ടു. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടികൾ. ഈ കുട്ടികൾ ആരാണ്? സാധാരണ കുട്ടികളെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഇസ്രായേൽ ചെയ്തത് എന്തൊരു അപരാധമാണല്ലേ. നമ്മുടെ ഗാസയില് പലസ്തീനില് ഇസ്രായേൽ സേന കുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുന്നു. കുട്ടികളല്ലാതെ ഇവര് ഭീകരരാണ്, കുട്ടികളെ ഭീകരരാക്കുകയാണ്. ഇതേ രീതിയിൽ CPM ഇപ്പൊ ഇവർക്ക് ആവുന്നില്ല. ഇവർക്ക് ഒന്നും ആവാത്തത് കൊണ്ട് ഇവര് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മുടെ മീഡിയ മുഴുവൻ അതാണ്. അതായത് കുട്ടി സഖാവ്. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയില് ഈ 8 വയസ്സും 9 വയസ്സും ഒക്കെ പ്രായമായ കുട്ടികളെ ഉപയോഗിച്ച് ഈ പറയുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ മെറ്റ അത് വിലക്കും, മെറ്റ അത്തരം സാധനങ്ങൾ നീക്കും. അതാണ് സംഭവിച്ചത്. പക്ഷെ ഇവര് പറയുന്നത് സതീശൻ നീക്കി എന്നാണ്. സതീശൻ നീക്കി. ഇപ്പൊ ഇവരുടെയൊക്കെ എന്താ പറയാ, ഈ CPM-കാരുടെ ഒരു വർത്താനം എന്ന് പറഞ്ഞാൽ ഈ മെറ്റയുടെ ചീഫ് എന്ന് പറയുന്നത് സതീശനാണ് അത്രേ. ഇന്നലെ മുഴുവനും റിപ്പോർട്ടർ TV വെച്ച് അലക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കാർഡുകൾ, അതായത് VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഇവരുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാർഡുകൾ 10-25 എണ്ണം മെറ്റ നീക്കി അത്രേ. അപ്പൊ ഇതിന്റെ മുന്നേ സതീശൻ പറഞ്ഞിരുന്നു അങ്ങനെ നീക്കാനുള്ള ഒരു ഉത്തരവ് ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാനും പറ്റില്ല, ഒരു മുഖ്യമന്ത്രി അങ്ങനെ കൊടുക്കാനും പറ്റില്ല. അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ വിലക്കണമെങ്കിൽ തന്നെ ഒരു കേസ് ഉണ്ടാകണം, കേസ് രജിസ്റ്റർ ചെയ്യണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിലെ പോലീസ് വകുപ്പിന് അല്ലെങ്കിൽ സംസ്ഥാന മേധാവിക്ക് തന്നെ ഇത്തരം കേസുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങളോടെ മെറ്റയ്ക്ക് വേണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇതല്ല. ഇത് റിപ്പോർട്ടർ TVയുടെ, കൈരളി TVയുടെ, ന്യൂസ് മലയാളത്തിന്റെ, വേറെ ആർക്കും കേട്ടോ, ഇവരുടെ കാർഡുകളൊക്കെ എന്താ പറയാ മെറ്റ നീക്കുന്നത്രേ. അപ്പോഴാണ് സതീശൻ പറഞ്ഞത് നമ്മളങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നീക്കിയെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്ക്, അതല്ലേ ചെയ്യേണ്ടത്. അതായത് റിപ്പോർട്ടർ TVയുടെ ഈ പറയുന്ന ഈ കാർഡുകൾ നീക്കം ചെയ്തു എങ്കിൽ റിപ്പോർട്ടർ TV പരാതി കൊടുക്കട്ടെ, ന്യൂസ് മലയാളം പരാതി കൊടുക്കട്ടെ, റിപ്പോർട്ടർ TV പരാതി കൊടുക്കട്ടെ. പരാതി കൊടുത്തിട്ട് ഞാനും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അവസാനം റിപ്പോർട്ടർ TV പരാതി കൊടുത്തത്രേ. അപ്പൊ ഇന്നലെ മുഴുവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ആദ്യം പറഞ്ഞത് ഇത് ടെക്നിക്കൽ തകരാറാണ്, AI അപ്ഡേഷന്റെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചത്.
അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ ഇവര് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ വീണ്ടും അത് ഈ മുക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലീക്കി എന്ന് പറയുന്നതൊക്കെ രണ്ടാമതും നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റി. അപ്പൊ ഇന്നലെ മുഴുവൻ റിപ്പോർട്ടർ TV പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നല്ല, അത് സാങ്കേതിക പിഴവല്ല. മെറ്റ അവരെ അറിയിച്ചിട്ടുണ്ട് അത്രേ, ഇത് പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന്, അതായത് ലോക്കൽ ലീഗൽ അതോറിറ്റിയുടെ ചില നിർദ്ദേശങ്ങൾ തുടങ്ങി. ഏതാണ് ലോക്കൽ ലീഗൽ അതോറിറ്റി? ഈ ലോക്കൽ ലീഗൽ എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് US ആസ്ഥാനത്തെ മെറ്റ പറയാണ്. അവരുടെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യം തന്നെയായിരിക്കും, ഓരോ രാജ്യമായിരിക്കും അവരുടെ ഒരു ലോക്കൽ ബോഡി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യമാവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സംസ്ഥാനമാവാം, ഒക്കെ ആവട്ടെ. അപ്പൊ ഇതാരെന്നൊന്നും പറയുന്നില്ല. അവര് ഇന്നലെ ഈ റിപ്പോർട്ടർ TV മുഴുവൻ ആൾക്കാരെ മുഴുവനും മണ്ടന്മാരൊക്കെയാണ്, പൊട്ടന്മാരൊക്കെയാണ്. രാവിലെ മുതൽ ഇവിടെ ആ കോട്ടിട്ട് നടക്കുന്ന മറ്റേ മരംകൊത്തി കള്ളം മുതൽ അതിന്റെ പങ്ക് പറ്റുന്ന ആ ചാനലിലെ മുഴുവൻ റിപ്പോർട്ടർമാരും ആഞ്ഞു പിടിക്കുകയാണ്, ആഞ്ഞു തള്ളുകയാണ്. അല്ലല്ലല്ലല്ല, ഇത് മുക്കിയത് തന്നെയാണ്, മുക്കിയതിന്റെ പിന്നിൽ VD സതീശനാണ്. മെറ്റ നീക്കം ചെയ്തത് VD സതീശന്റെ ഫോട്ടോ ഉള്ള പിന്നെ ആരൊക്കെയാണ്? നരേന്ദ്രമോദി, അമിത്ഷാ, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഇവരുടെയൊക്കെ മുഖം വെച്ചുള്ള, ഇവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല ഇത്തരത്തിലുള്ള കാർഡുകളും മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സതീശൻ പറഞ്ഞിട്ടാ. ഇവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോയുള്ള അല്ലെങ്കിൽ അമിത്ഷായുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്താ പറയാ, അധിക്ഷേപകരമായ ഇത്തരം കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണട്ടോ എന്ന് സതീശൻ പറയൂ. നിങ്ങൾ ആലോചിക്കട്ടെ, എന്ത് വിഡ്ഢിത്തണുത്ത് ഉളുപ്പില്ലാതെ പറയാണ്. എന്നിട്ട് അവസാനം പറയാണല്ലോ, ഇന്നലെ ആ മാധുവിന്റെ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനം പറയുന്നത്, ഞങ്ങള് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നീക്കിയതൊക്കെ പുനഃസ്ഥാപിച്ചു എന്ന്. ഇനി അങ്ങനെ വെക്കുക. ഇത് ഏതെങ്കിലും ഒരു അതോറിറ്റി, ഒന്നുകിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സുപ്രീം അതോറിറ്റി മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി വിചാരിക്കാം, ഇത്തരത്തിലുള്ള രാജ്യത്ത് കൂട്ടക്കുഴപ്പം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപകരമായ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ റിപ്പോർട്ടർ TV ഒരു കത്തെഴുതിയാൽ, ഒരു മെയിൽ ചെയ്താൽ അപ്പം തന്നെ അതൊക്കെ പുനഃസ്ഥാപിച്ചു കൊടുക്കല. ഇവിടുത്തെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയേക്കാൾ, രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയേക്കാൾ മുകളിലാണ് ഇവിടെ റിപ്പോർട്ടർ TVയുടെ ഈ കൊണസ്ട്രാൾമാര്. ഇവരെന്തും പറയാന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ഇത് വഴിമാറി പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ അബ്ദുറഹിമാന്റെ ഈ മാതിരിയുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്? പ്രശാന്തിനെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നാണ് അബ്ദുറഹിമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു VD സതീശന്റെ മെല്ലെപ്പോക്കിനെ കുറിച്ചും. സതീശ, ഇങ്ങനെ പോയാൽ പോരാ, കാരണം അങ്ങേപ്പുറത്തുള്ളത് ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ VD സതീശനെ അട്ടിമറിച്ച് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനവരിപ്പം ഈ പറയുന്ന ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്ന് പറയുന്ന പോലെ, ചുടുചോറ് വാരിക്കുക എന്ന് പറയുന്ന പോലെ, ഈ കുട്ടികളെ കൊണ്ട്, ഈ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കൊണ്ട് എന്താണ് രാഷ്ട്രീയം, എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ, ഇതൊന്നും അറിയ പ്രായമായില്ല എന്ന് 8 വയസ്സായ കുട്ടികൾ, 9 വയസ്സായ കുട്ടികൾ, ഇവരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, CPM-ന് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്നത്. ഇന്നലെ പിണറായി വിജയൻ ഈ കുട്ടികൾക്ക് ആശംസകൾ നേരിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരാകുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ആശംസകളൊക്കെ അർപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗംഭീരാക്കണം. അപ്പൊ ഈ കുട്ടികൾ പറയാണ്, നമുക്ക് തിരിച്ചു വരണ്ടേ സഖാവേ. ഇതൊന്നും കുട്ടികളല്ല പറയും. ഈ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് പിണറായി വിജയൻ തിരിച്ചു വരണം, ഞങ്ങളെ ഭരിക്കണം, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പോലെ ഞങ്ങളെ ഭരിച്ച് ഉള്ള പ്രതിഷേധക്കാരെ മുഴുവൻ തലമണ്ടടിച്ച് പൊട്ടിച്ച് ഇവിടെ എല്ലാവിധ എന്താ പറയാ അമ്പലമോഷണം അമ്മാതിരിയുള്ള എല്ലാ അൽക്കൂത്ത് പരിപാടികളും നടത്തണം ഈ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആവശ്യപ്പെടുക. പിന്നെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെ പാടെന്താണ്? സാധാരണ നമ്മുടെ ഒരു മലപ്പുറം സ്റ്റൈലിലുള്ള അവരുടെ ഒരു സംഭാഷണ രീതി അനുസരിച്ച്, അല്ല എന്താപ്പം നിങ്ങളെ സ്ഥിതി എന്താണെന്നൊക്കെ ചോദിക്കുന്നത്, അല്ല നിങ്ങളെ പാടെന്താപ്പം എന്ന് ഇതിന്റെ അകത്ത് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പക്ഷെ പിണറായി മൈൻഡ് ചെയ്യുന്നില്ല, പിണറായി കേട്ട ഭാവം നടിക്കുന്നില്ല. കേട്ടെങ്കിൽ പിണറായിക്ക് പറയാൻ ഒരൊറ്റ മറുപടി ഉള്ളൂ, അല്ല നിങ്ങളെ പാടെന്താപ്പം, വലിയ കഷ്ടത്തിലാണ് മോനെ, വലിയ കഷ്ടത്തിലാണ്, മാസപ്പടി നിന്നു, നമുക്ക് മാസപ്പടി കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ള മറ്റേ എന്താ പറയാ അഴിമതി പണമൊന്നും കിട്ടുന്നില്ല, വലിയ കഷ്ടത്തിലാണ്.
എന്താ ചെയ്യാ? അങ്ങനെ കുട്ടികളെ കൊണ്ട് ഈ പറയുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഹമാസും LTT ഒക്കെ ചെയ്യുന്ന പോലുള്ള കുട്ടികളെ മുന്നിൽ നിർത്തിക്കാണ്ട് പോരാട്ടം നടത്തുക. അപ്പോഴാണ് ഈ അബ്ദുറഹിമാന്റെ മാതിരിയുള്ള പഴയ ഇത്തരത്തിൽപ്പെട്ട എല്ലാവിധ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്ന മന്ത്രി വന്നുങ്ങാണ്ട് ഇവരുടെ പത്രത്തിലൂടെ പറയാണ് എന്താണ് ഏറ്റവും വലിയ വെട്ടിപ്പ്. ഇതാ 2 GST ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇയാൾക്ക് 23 കോടി, അതായത് ഈ കാട്ടുകള്ളന് വിദേശത്തേക്ക് അയച്ചു കൊടുത്തല്ലോ 126 കോടി. 126 കോടി എന്നാ പറയുന്നത്. 216 കോടി ഇന്ന് വേറൊരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 216 കോടിയാണ് അയച്ചു കൊടുത്തത്. നമുക്കറിയില്ല. ഏതായാലും പോട്ടെ, 126 അങ്ങനെയാണല്ലോ മനോരമ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത്. 126 കോടി ബൂം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. അപ്പൊ ഈ 126 കോടി വിദേശത്തേക്ക് അയച്ചു കൊടുത്തതിനുള്ള GST 23 കോടി ഇവിടെ അടയ്ക്കണം. 5 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും ഇവൻ അടച്ചില്ല. അവസാനം ഇത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഈ GST വകുപ്പിലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. കഴിഞ്ഞ കാലത്ത് നടന്ന തോന്നിയ ദിവസം നോക്കിയാട്ടെ, ഇവന് 23 കോടി അടയ്ക്കണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയാണ്. അബ്ദുറഹിമാൻ ഇന്നത്തെ ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നത് അറിയോ? അങ്ങനെ GST അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മളെ മരംകൊത്തി മുതലാളി നമ്മളെ സ്വന്തമാവല്ലേ, മരംകൊത്തി മുതലാളി GST അടയ്ക്കുക, അത് GST അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കളി നടന്നില്ലല്ലോ. കളി പൈസ അടച്ചു. എടോ GST വകുപ്പിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ പണം കൈമാറി കഴിഞ്ഞാൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കളി നടന്നോ ഇല്ല എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ GST അടച്ചോളണം. GST അടയ്ക്കണം, അടച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള മാർഗങ്ങൾ വേറെ നോക്കണം. ഇത് 5 പ്രാവശ്യം കത്തെഴുതിയിട്ടും ഇവൻ അടച്ചില്ല. അത് കോട്ടനിയേക്ക് അപ്പോഴാണ് ഇത് നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ പുറത്താക്കിയല്ല, അയാളെ ട്രാൻസ്ഫർ ചെയ്തു. നടപടി അയാൾക്കെതിരെ. അപ്പൊ ഏതായാലും VD സതീശൻ സർക്കാർ പതുക്കെ ആണെങ്കിലും മെല്ലെപ്പോക്കാണെങ്കിലും ഇപ്പത്തിരി സ്പീഡ് കൂടിക്കുന്നു. ഇപ്പതാ ഈ GSTയിലാണ് ആദ്യം പിടിച്ചത്. എന്തുകൊണ്ട് ഈ 23 കോടി അടച്ചില്ല? 23 കോടി ഉടൻ അടയ്ക്കണം. ആരൊക്കെയാണ് കളിച്ചത്? ഉദ്യോഗസ്ഥർക്കെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നു, വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുന്നു. അടുത്ത് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ. ജസ്റ്റ് ഞാൻ ഇന്നത്തെ പത്രത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് കാണിക്കാം. അതായത് മലയാള മനോരമയിൽ പറഞ്ഞത് എന്താണ്? മലയാള മനോരമയിൽ മെസ്സി വിവാദം, GST വെട്ടിപ്പ്, 3 ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. 2 അല്ല, 3 ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം മരവിച്ചത് 2 മന്ത്രിമാരുടെ ഓഫീസ് ഇടപെട്ടതിന് പിന്നാലെ 2 മന്ത്രിമാരാണ് ഈ പറയുന്ന മരംകൊത്തിക്ക് വേണ്ടിയിട്ട് ഇടപെട്ടിട്ട് ഇയാൾക്ക് 23 കോടി സൗജന്യം ചെയ്തു കൊടുത്തത്. കേരള കൗമുദി പറയുന്നു മെസ്സി വിവാദം, 3 GST ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. മാതൃഭൂമി, നികുതി കേസിൽ GST ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്, മെസ്സിയുടെ സന്ദർശനം എന്ന് മാതൃഭൂമി പറയുന്നു. മാതൃഭൂമിയിലാണ് 216 പറയുന്നത് കേട്ടോ. മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരള സന്ദർശനത്തിന്റെ പേരിൽ 216 കോടി വിദേശത്തേക്ക് കൈമാറിയതിൽ 22.68 കോടി നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF സർക്കാരിന്റെ കാലത്ത് തന്നെ കേസെടുത്തിരുന്നു. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ സ്വന്തം ആന്റപ്പൻ അങ്ങനെ GST കൊടുക്കൊന്നും വേണ്ട. കാരണം ആന്റപ്പന്റെ അടുത്ത് പെയിന്റ് ഉണ്ടല്ലോ, ആരടിക്കാൻ? പിണറായിനെങ്ങനെ വെള്ള പൂശാനുള്ള പെയിന്റ് അടി മൂപ്പര് നടത്തുന്നുണ്ടല്ലോ. മൂപ്പരുടെ കൂട്ടത്തിലുള്ള ഈ സോക്കോൾഡ് മാപ്രകളും നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് മൂപ്പര് ഇതൊന്നും അടയ്ക്കൊന്നും വേണ്ട. അതല്ലെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊന്നും വേണ്ടാന്ന്. ഈ മെസ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഷോ നടത്തണമെങ്കിൽ ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ കോടികളുടെ അഴിമതി. ഒറ്റ അഴിമതിയല്ല, ഇവിടെ ട്രക്ക് അഴിമതി, ബാങ്കിനെ വഞ്ചിച്ചുള്ള അഴിമതി, മുട്ടിൽ മരം മുറി കോടികളുടെ അഴിമതി. ഇങ്ങനെ അഴിമതിയുടെ കൂടാരമായ ഒരു മനുഷ്യനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇയാളെ സ്പോൺസർ ആക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ, നിങ്ങളെ നാമിച്ച് ഇതിനൊക്കെ ഉണ്ടല്ലോ തൊലിക്കട്ടി ഉണ്ടല്ലോ. ഈ തൊലിക്കട്ടി കണ്ടാമൃഗത്തിന് പോലും ഇങ്ങനെ തൊലിക്കട്ടി ഉണ്ടാവും കേട്ടോ. എന്നിട്ടാണ് മറ്റേ ഷർഫലി അല്ലേ, ഈ മറ്റേ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്, പഴയ ഫുട്ബോൾ താരം, മൂപ്പര് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ 200 കോടിക്ക് അതിന് വേണ്ടേ? കേരളത്തിൽ ആകെ ഇയാളുള്ളൂ. എത്ര 200 കോടിയുള്ള ആൾ ഇയാളുള്ളൂന്ന്. ആര്? ഈ മരംകൊത്തിയാണ് ഒരു 2 മാസം മുമ്പ് കോടതി പോയി പറഞ്ഞത് ഞാൻ പാപ്പരായി. ഈ മറ്റേ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കോടതി വിളിപ്പിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ പാപ്പരാണ് ഞാൻ. എന്നിട്ടാണ് ഇയാൾ 126 കോടി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് MP ബഷീർ ഇയാളുടെ പൂർവ്വകാല ചരിത്രങ്ങളും ഇയാളുടെ ഇപ്പോഴത്തെ പ്രവർത്തന പദ്ധതിയും പറയുന്നത്. ആരുടെയൊക്കെ കയ്യിൽ കള്ളപ്പണം ഉണ്ടോ, കള്ളപ്പണം കൊണ്ടുവരി, ആ കള്ളപ്പണമൊക്കെ ഞാൻ വെളുപ്പിച്ചു തരാം. അതാണ് ഇയാളുടെ ഇടപാട്.
ഇങ്ങനെയാണ് ഇയാൾ പൈസ ഉണ്ടാക്കുന്നതെന്നാണ് MP ബഷീർ പറയുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, ഇയാളുടെ കൂടെ മാസങ്ങളോളം റിപ്പോർട്ടർ ടിവിയിൽ ഉണ്ടായിരുന്ന MP ബഷീർ പറയുന്നത് ഇതാണ് ഇയാളുടെ ഒരു പ്രവർത്തന പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ. അതാണ് ED വരാൻ പോകുന്നത്. ED വരും, മെസ്സിയെ പൊക്കും, അബ്ദുറഹ്മാനും പൊക്കും. അതിന് പിന്നാലെ ഇതിനൊക്കെ ചൂട്ടുപിടിച്ച കാരണഭൂതത്തെയും പൊക്കുട്ടോ. ഒരു സംശയം വേണ്ട. എന്താ പറയാ, VD സതീശൻ പതുക്കെയാണെങ്കിലും ഇപ്പതാ ഒന്ന് സ്പീഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സതീശ ഒന്നും കൂടിയും ആഞ്ഞു പിടിച്ചോ. അതല്ലെങ്കിൽ ഇമാതിരി ക്രിമിനലുകള് വീണ്ടും ഈ കുട്ടികളെയും കൊണ്ടിട്ട് ഇവർ തോന്നിയാസക്കളി, തമ്മാടിക്കളി ഇവർ തുടരും. അതുകൊണ്ട് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയെങ്കിലും സതീശ ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യണം, പിടിച്ചകത്തിടണം ഇമാതിരി തമ്മാടിക്കൂട്ടങ്ങളെ എന്നേ പറയാനുള്ളൂ. ബാക്കി വിശദാംശങ്ങൾ ഈ അബ്ദുറഹ്മാന്റെ ഈ പറയുന്ന ലേഖനം അത് വിശദമായി തന്നെ നിങ്ങളോട് പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.